വെൽക്കം ടു എൻഡോ ടു എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലരിക്കൽ ആമ്പൽപ്പാടമാണ്. കോട്ടയം ജില്ലയിലാണ് മലരിക്കൽ. കോട്ടയം നിന്ന് ഏകദേശം 1/4 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കുമരകം റൂട്ടിലാണ് വരേണ്ടത്. എന്നിട്ട് നമുക്ക് ലൊക്കേഷൻ ഇട്ടാൽ മതി. അതുപോലെ തന്നെ വഴി നീള ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിരാവിലെ തന്നെ വരിക എന്നുള്ളതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം 5 മണിയായപ്പോൾ ഇറങ്ങി ഒരു 6-6:30 കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇവിടെ എത്താൻ സാധിച്ചു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ആ ഒരു ടൈമിലാണ് ആമ്പലൊക്കെ വിടർന്ന് നിൽക്കുന്ന ഒരു സമയം. എന്തായാലും നമ്മൾ വന്ന ഉടനെ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം വള്ളക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടെ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് നമ്മളോട് ചോദിച്ചു വള്ളത്തിൽ കയറുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. 100 രൂപയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ആ ഒരു 100 രൂപയ്ക്ക് വള്ളത്തിൽ കയറി. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നൊരു യാത്രയാണ് രാവിലത്തെ അതിലെയുള്ള കണ്ടത്തിൽ കൂടെയുള്ള ആ ഒരു യാത്ര. അത്യാവശ്യം മഴ കാര്യങ്ങളൊക്കെ തൂളുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലായിരുന്നു അങ്ങോട്ടുള്ള ആ ഒരു ചെറിയ യാത്ര ഉണ്ടായിരുന്നത്. നമ്മൾ കയറുന്ന ആ ഭാഗത്താണെങ്കിൽ ലോങ് സൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആമ്പലൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഏകദേശം ഒരു 10-20-25 മിനിറ്റോളം നമ്മൾ ഇതിനകത്തൂടെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഈ മലരിക്കലും അതുപോലെ തന്നെ കൊല്ലാടും അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് ഇതുപോലെ അമ്പല് പൂത്ത് നിൽക്കുന്ന പല സ്ഥലങ്ങൾ. ഇതൊക്കെ പാടശേഖരങ്ങളാണ്. ഈ കണ്ടത്തിലാണ് നമ്മുടെ ഈ അമ്പലൊക്കെ നല്ല രീതിയിൽ പൂത്ത് തളിർത്ത് നിൽക്കുന്നത് കാണുന്നത്. ഇത് കുറച്ചുകൂടെയൊക്കെ വെയിലാകുമ്പോഴത്തേനും ഇതൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ച നഷ്ടപ്പെടും. പിന്നീട് വൈകുന്നേരം പൂക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെയൊക്കെയാണിത് പൂത്ത് വരുന്നത്. എന്തായാലും കാണാൻ നല്ല കാഴ്ചയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുന്നത്. അടുത്ത കൃഷി ഇറക്കുന്ന സമയമാകുമ്പോഴത്തേനും നമ്മുടെ ഈ ആമ്പലൊക്കെ ക്ലിയർ ചെയ്ത് അവിടെ മുഴുവൻ വെള്ളമൊക്കെ വറ്റിച്ച് കളഞ്ഞ് പാടശേഖരം നല്ല ക്ലിയറാക്കി എടുക്കും. കൃഷിക്ക് വേണ്ടിയുള്ള രീതിയിലാക്കി എടുക്കും. പിന്നീട് കൊയ്ത്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ കാലം കഴിയുമ്പോഴത്തേനും ഈ ഒരു രീതിയിലേക്ക് വെള്ളം കയറ്റി വിടുകയും ഇതുപോലെ ആമ്പലും കാര്യങ്ങളൊക്കെ വന്ന് കയറുകയൊക്കെ ചെയ്യും. ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കളയായിട്ടാണ് ഇത് കാണുന്നത്. കുറേ നാൾ കഴിയുമ്പോഴത്തേനും ഈ കളയെല്ലാം നശിപ്പിച്ച് അവിടെ എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതിനെ നമ്മൾ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം. കൃഷിയൊക്കെ ഇല്ലാത്ത സമയങ്ങളിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊരു ജീവനോപാധി കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതിനകത്തൂടെ വള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് ചെറിയൊരു ഫീ ഈടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പാർക്കിങ്ങിന്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല വരുമാന മാർഗ്ഗം കൂടിയാണ്. എന്തായാലും നമ്മൾ ഈ കാടും മലയൊക്കെ കണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വെള്ളവും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആമ്പലും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു പുതിയ ഭംഗിയാണ്, ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. നമ്മൾ ഇതിനകത്തൂടെ പോകുമ്പോൾ നമുക്കൊരു കാര്യം തോന്നും, ഒരുപാട് ആഴമുള്ളൊരു ഏരിയ ആണെന്ന്. എന്നാൽ ഇവരോട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഒരാൾ അതിനകത്ത് ഇറങ്ങി നിന്നാൽ അരയാൾ പൊക്കത്തിലേ വെള്ളമുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഇവിടെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് തോന്നുന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഹൈറ്റിലൊന്നും വെള്ളമില്ല, ആഴത്തിലൊന്നും വെള്ളമില്ല. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. ഒരുപാട് വള്ളക്കാരുണ്ട്. രാവിലെ തന്നെ 100 കണക്കിന് ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി വന്നേക്കുന്നത്. ഏതാണ്ട് 9 മണി 10 മണിയോടുകൂടി ഇവിടുത്തെ പരിപാടികളൊക്കെ അവസാനിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അപ്പം അതിരാവിലെ തന്നെ വരാൻ ശ്രമിക്കുക വരുന്ന ആൾക്കാർ. നല്ല കാഴ്ചകളാണ്. ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. നല്ല രീതിയിൽ നമുക്കത് ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു ക്ലൈമറ്റാണ്. വലിയ ചൂടോ വെയിലോ ഒന്നും ഉള്ള ടൈമല്ല. എന്തായാലും ഒരു തവണയെങ്കിലും എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കണം. നമ്മൾ ഈ മലരിക്കൽ ആമ്പൽപ്പാടമൊക്കെ വരുന്ന സമയത്ത് തന്നെ ഇതിനോട് തന്നെ കണക്ട് ചെയ്ത് നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് വളരെ കുറച്ച് ദൂരമുള്ളൂ കുമരകം ബേർഡ് സാഞ്ചുറി ഉണ്ട്.
അതുപോലെ തന്നെ അവിടെ ബോട്ടിങ്, ബേർഡ് വാച്ചിങ്ങിന് പറ്റിയ ഏരിയകൾ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ തണ്ണീർമുക്കം പോവാം, പിന്നെ പാതിരാമണലുണ്ട്, പിന്നെ ആലപ്പുഴ, അങ്ങനെ ഒരുപാട് സ്പോട്ടുകൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പം ഒരു ദിവസം രാവിലെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പല ഡെസ്റ്റിനേഷനിലൂടെ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നൊരു പ്ലാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത് ഭയങ്കര ഫലപ്രദമായിരിക്കും. നമ്മുടെ ഈ റൂട്ടിൽ വരുമ്പോൾ മറ്റൊരു പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ചാൽ നല്ല ഭക്ഷണങ്ങളാണ്. മീൻകൂട്ടിയുള്ള വിഭവങ്ങളായാലും അതുപോലെ തന്നെ ഷാപ്പ് ഫുഡുകൾ, ഇതൊക്കെ നമ്മുടെ ഈ ലൊക്കേഷനോട് അടുത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കുമരകമൊക്കെ അതിന് പേരുകേട്ട സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലാനും കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. എന്തായാലും ഈ ഭാഗത്തോട്ട് വരുന്നത് നമുക്ക് വർത്താണ്. ഒന്ന് പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരൊറ്റ യാത്രയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിയാണ്. എന്തായാലും നമ്മൾ വന്നപ്പോഴത്തേലും മഴയുടെ അളവൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റി. ഈ ആമ്പൽപ്പാടത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് അവരുടെ പെർമിഷനോടുകൂടി നമുക്കിത് പറിക്കാനൊക്കെ പറ്റും. എല്ലാവരും നമ്മുടെ മലരിക്കൽ ആമ്പൽപ്പാടം ഇവിടെ വന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.